അല്ല ഇപ്പൊ എന്ത് പറ്റി? നിങ്ങളല്ലേ പറഞ്ഞ ഞങ്ങൾ SRH ഭയങ്കര റണ്ണടിച്ചിക്കണേ. KKR ഞങ്ങൾക്കൊരു വിഷയമല്ല. എന്നിട്ട് തട്ടി മുട്ടി ഒരു 150 റൺ. നിങ്ങൾ ടീം കഴിഞ്ഞിക്കണ എന്തൊക്കെയോ പാളി, എന്തൊക്കെയല്ല ഫുൾ പാളി, എന്തൊക്കെയോ പാളിയതാണ്. അത് ഇപ്പോ തുടക്കം മുതൽ പാളി എന്നാണ് എന്റെ ഒരു തോന്നല്. പക്ഷെ നിങ്ങൾ SRH അടി അടിച്ച് ഉസാറാന്നല്ലോ പറഞ്ഞത്. അതൊരു ചെറിയൊരു മിന്നലാട്ടാണ് കണ്ടത്. ഇപ്പോ എന്തോ പ്രശ്നമുണ്ട്. ഓപ്ഷന്റെ അന്ന് തന്നെ എന്തൊക്കെയോ പ്രശ്നമാക്കി നല്ലൊരു ടീമിനെ ആകെ പടക്കാക്കി. അതെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നും ചെയ്യില്ല. നിങ്ങൾ വലിയ വർത്താനല്ലേ. സഞ്ജുണ്ട്, ജയ്സാളുണ്ട്, സഞ്ജുവിനെ തൊട്ട് കളിക്കണ്ട. സഞ്ജുണ്ട്, അതിപ്പോ സ്ഥിരല്ലേ. ഒന്നിൽ എല്ലാം കളിച്ചാല് അടുത്തതിൽ മോശം, അടുത്തതിൽ നല്ല ഫോം ആവും. അങ്ങനെയാണ്. അത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് കണ്ട് പൊട്ടിണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് പേടില്ല, ഫസ്റ്റ് കളി ഫോം ഈ കളി ഞങ്ങൾക്ക് പേടില്ല. അത് അങ്ങനെയെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് പറ്റുണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല. അത് മൊത്തത്തില് പാളിപ്പളേ. ഇപ്പൊ ആകെയുള്ള പ്രതീക്ഷ സഞ്ജു ക്യാപ്റ്റനായി വന്നാല് ഉഷാറാവും. അടുത്ത കളിയിലും ചിലപ്പോ മോശമാവും. ഞങ്ങളെ ചെക്ക കുറ്റം പരാഗനാണ് അല്ലേ? അല്ല, സഞ്ജുവിന്റെ ആ ടെക്നിക്കുകളൊന്നും വരുന്നില്ല. കൂളായി നിന്ന് ഇങ്ങനെ തന്ത്രങ്ങളൊക്കെ മെനയുമ്പോഴുള്ള ആ ഒരു ഇതില്ല. പരാഗനാണ്. പരാഗ് ഇന്നലെ ഇപ്പൊ എന്താ കാണിച്ചേ? പരാഗ് എന്താണ് 3 6 പരാഗ് അടിച്ച്. നിങ്ങളെ സഞ്ജു എത്ര അടിച്ച്? ഞാൻ പറഞ്ഞു. അല്ല, നിങ്ങൾ പറയണ വരുമ്പോ പറയാണ് സഞ്ജുവിന്റെ കുഴപ്പമില്ല, പരാഗിന്റെ കുഴപ്പമാണെന്ന് അറിഞ്ഞുകൊണ്ട് പറയാണ്. പരാഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൂപ്പര നാട്ടില് മൂപ്പര് കളിച്ചിട്ട് അങ്ങനെ ആയി ശരിയാണ്. പക്ഷെ നിങ്ങളെ ബാക്കിയുള്ളവർ എന്താ കാട്ടി? ബാക്കിയുള്ളവർ ഇപ്പൊ ലാസ്റ്റ് കൊണ്ടേ ഇറക്കി. അതാണ് പറഞ്ഞത്. എന്തൊക്കെയോ പ്രശ്നമുണ്ട്. മറ്റേ ശുഭന്ത്യൂപനെ അതിന്റെ ഇടയ്ക്ക് ഇമ്പാക്ട് ഇറക്കുകയും ചെയ്തല്ലോ. ബൗളിങ്ങിന് ആരും ഇറക്കാനും പറ്റില്ല. ആകെ പഴച്ചു എന്ന് പറഞ്ഞതാണ്. ദ്രാവിഡ് എന്ന് പറഞ്ഞാല് സംഘക്കാരന്റെ അത്ര വരുന്നില്ല അല്ലേ? അങ്ങനെ പോരട്ടെ, ഓരോന്നായിട്ട് പോരട്ടെ. അക്കഞ്ഞ് ശരിയാക്കാണ്ട് ഞങ്ങള് അങ്ങനെ ഞങ്ങള് അനലൈസ് ചെയ്യല്ലേ എന്തൊക്കെയാ പ്രശ്നങ്ങൾ. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇന്നലെ സുനിൽ നാരായൺ ഇല്ല. ഞങ്ങൾ നോക്കണം. എന്നിട്ടാണ് ഇമ്മാതിരി കളി കളിച്ചത്. അല്ല, അതിപ്പോ നിങ്ങൾക്ക് ടോസ് കിട്ടി. ടോസ് കിട്ടി. നിങ്ങൾ ഫസ്റ്റ് ടോസ് ഉണ്ടാവും. ടോസ് ഇട്ടാർക്കൊക്കെ ചെയ്യും. അപ്പൊ ഡ്യൂ വന്നപ്പോ നിങ്ങൾക്ക് അടിച്ചാൻ പറ്റിയ അത് ശരി. ബാറ്റുമൊക്കെ ബോളിങ് വരും. 150 റണ്ണാണ് ആകെ ഉള്ളത്. എന്നിട്ട് ഒരുത്തൻ 97 അടിച്ചിക്കണമെങ്കിൽ എമ്മാതിരി അടിയാൻ ഓടിച്ച ഓനങ്ങൾ സമ്മതിച്ചേ പറ്റൂ. അല്ലാതെ പണ്ട് മുംബൈയിൽ കളിച്ചിരുന്നു. ഇപ്പൊ മോശന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താണ്? ആ ഡ്യൂ ഇല്ലെങ്കിലുണ്ടല്ലോ. ആർച്ചറിന്റെ തീപ്പന്ത് കണ്ട് നമ്മള് ലാസ്റ്റ് കിട്ടിയല്ലോ. 2 ഓവർ തീപ്പന്തല്ലേ. അത് അലി കുറെ കാലമായി കളിച്ചിട്ട്, അതുകൊണ്ട് ആകെ പ്രശ്നമായി. അത് അലി കുറെ കാലമായി കളിച്ചിട്ട് എന്നുള്ളതുകൊണ്ട് ബാറ്റിംഗ് മൂപ്പർ ഒന്ന് പാളി. ശരിയാണ്. പക്ഷെ മൂപ്പര് ബോളോണ്ട് നിങ്ങളത് തീരുമാനാക്കി. അലിയും ചക്രവർത്തി കൂടിയാണ് തീരുമാനാക്കിയില്ല. നിങ്ങളെ ഡ്യൂ ഒക്കെ പ്രശ്നം മൊത്തത്തിൽ ഞങ്ങൾക്ക് എതിരായിരുന്നു. അതാണ് പ്രകൃതി മൊക്കെ എതിരായിരുന്നു. അതുകൊണ്ടാണ് ചുരുക്കത്തിൽ നിങ്ങൾ ഇനി എടുക്കാനില്ല. കഴിഞ്ഞിക്കണ്.